സാബുദാനയും ക്യാരറ്റും വെച്ച് ഇത്രയും രുചിയിൽ ഒരു പായസം നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഒരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ആരും അടുത്ത ഗ്ലാസ്സിനെ ചോദിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സാബുദാന ക്യാരറ്റ് പായസത്തിന്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 കവർ പാൽ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ നല്ല കട്ടിപ്പാലിൽ തന്നെ പായസം വെച്ചാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഈ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ 3 പ്രാവശ്യം തിളപ്പിച്ച് എടുക്കണം. ഇനി ക്യാരറ്റ് കുറച്ച് കട്ടിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയെടുക്കണം. നമ്മുടെ മുന്തിരിയൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ആ നെയ്യിൽ നിന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് പകുതി വേവായ മതി കേട്ടോ. സാബുദാന ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ തന്നെ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാബുദാനയുടെ സെയിം ലെവലിൽ തന്നെ വെള്ളം ചേർത്ത് 2 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒട്ടാതെ മണിമണിയായിട്ട് കിട്ടും. ഇനി തിളച്ചു കിടക്കുന്ന ആ പാലിലേക്ക് കുതിർത്ത സാബുദാനയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് തിളച്ച് നല്ല കണ്ണാടി പോലെ സാബുദാന ആകുമ്പോൾ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സാബുദാനയും ക്യാരറ്റും അവിടെ കിടന്ന് വെന്ത് വരട്ടെ. സാബുദാനയും ക്യാരറ്റും വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ സൂപ്പർ സാബുദാന ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.